7 വർഷക്കാരനും 3 വർഷത്തേക്ക് 1,00,000 രൂപ പാരിതോഷികം. ഇത് ഏപ്രിൽ മാസം. വികാരി അച്ഛന്മാരുടെ സ്ഥലം മാറ്റ സമയം. ശുശ്രൂഷ ചെയ്ത ഇടവകളും സ്ഥാപനങ്ങളും യാത്രയയപ്പും പാരിതോഷികങ്ങളും നൽകുന്ന അവസരം. സ്ഥലം മാറിപ്പോകുന്ന ഒരു പട്ടക്കാരനെ ഇന്ന് നേരിൽ കണ്ട് യാത്രാമംഗളങ്ങൾ നേരുവാൻ പാഴ്സനേജിൽ ചെല്ലുന്നതിന് ഇടയായി. ഔപചാരികതയ്ക്കായി ചോദിച്ചു, അച്ഛൻ എത്ര നാളായി ഈ ഇടവകയിൽ? അദ്ദേഹം മറുപടി പറഞ്ഞു, 3 വർഷം. സ്നേഹിതനായതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിച്ചു, അച്ഛന് ഇനി വല്ല ആഗ്രഹം വല്ലതുമുണ്ടോ പ്രത്യേകമായി? അതിന് ആ പട്ടക്കാരൻ പറഞ്ഞ മറുപടി ഇതാണ്: എനിക്ക് ഒരു ബിഷപ്പ് സെക്രട്ടറിയായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, അതിന് മെത്രാന്മാരെ വല്ലതും പരിചയമുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഇല്ല, പക്ഷേ എനിക്ക് ബിഷപ്പ് സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട്. ചോദിച്ചു ഞാൻ, എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത ആഗ്രഹത്തിന് കാരണം? അതിന് ആ പട്ടക്കാരൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: എനിക്ക് 7 വർഷത്തെ സർവീസുണ്ട്. 4 വർഷം ഒരു ഇടവകയിൽ വികാരിയായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ ഇടവകയാണ്. 3 വർഷമായി ഞാനിവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. വിശ്രമമില്ലാത്ത കഴിഞ്ഞ 3 വർഷങ്ങൾ. പക്ഷേ 3 വർഷം കഴിഞ്ഞ് ഇപ്പോൾ യാത്രയപ്പ് സമ്മേളനത്തിൽ എനിക്ക് ഇടവകയായി നൽകിയ പാരിതോഷികം എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളത്തെ 3 കൊണ്ട്. ഇതല്ലേ നിയമം? അതിന് അച്ഛൻ എന്തിനാണ് പരിഭവിക്കുന്നത്? അപ്പോൾ ആ വികാരിയച്ഛൻ പറഞ്ഞ മറുപടിയാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായ സംഗതി. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന ബിഷപ്പ് സെക്രട്ടറി അരുൺ തോമസ് അച്ഛൻ 7 വർഷം സർവീസുള്ള പട്ടക്കാരനാണ്. കഴിഞ്ഞ 3 വർഷമായി മാർ ബർന്നബാസ് മെത്രാൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ സ്ഥലം മാറ്റമാണ്. ഈ അരുൺ തോമസ് അച്ഛന് നൽകിയത് 1,00,000 രൂപയാണ് പാരിതോഷികമായിട്ട്. പുറകെ ഗിഫ്റ്റായി പലതും നൽകുന്നുണ്ട് താനും. ഇത് നൽകിയതാവട്ടെ ഐസക് മാർ ഫീലിക്സ് നോസ് മെത്രാച്ചനും. ഒരു ഭദ്രാസനത്തിലെ ഭദ്രാസന കൗൺസിൽ അംഗം പോലുമല്ലാത്ത ഈ പട്ടക്കാരന് മറ്റു പട്ടക്കാർക്കില്ലാത്ത എന്ത് അധിക യോഗ്യതയാണ് ഉള്ളത്? ഏതെങ്കിലും ഇടവകൾ തങ്ങൾക്ക് ഇപ്രകാരം ഉപകാരം ചെയ്ത വികാരി സ്ഥലം മാറിപ്പോകുമ്പോൾ അധികമായി തുക നൽകിയാൽ അത് തിരിച്ചടപ്പിച്ച മെത്രാന്മാർ തന്നെ ഇങ്ങനെ നിയമവിരുദ്ധമായി പെരുമാറുന്നു എന്നതിന് എന്താണ് ന്യായീകരണം പറയുക? തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ തന്നെ സഭയിലെ ഇടവകൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് വേണം ഇതിനെ പറയുവാൻ. ഇനി മുതൽ 3 വർഷം ഒരു ഇടവകയിൽ സേവനം ചെയ്ത 7 വർഷം സർവീസുള്ള ഏതു പട്ടക്കാരനും 1,00,000 രൂപ ഗിഫ്റ്റായി നൽകുന്നതിൽ തെറ്റില്ല എന്ന് ഭദ്രാസന ബിഷപ്പ് മാർ ഫീലിക്സ് നോസ് തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. വിവേകബുദ്ധിയില്ലാത്ത ബർന്നബാസ് മെത്രാൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നതാണോ അധിക തുക നൽകാൻ കാരണം? വിശ്വാസികൾ ചോദിക്കുന്നു. അതോ ഭദ്രാസന കൗൺസിൽ അംഗമല്ലാതിരുന്നിട്ടും നിയമവിരുദ്ധമായി ഭദ്രാസന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തതാണോ അധിക തുക നൽകുവാനുള്ള അധിക യോഗ്യതയായി കണക്കാക്കിയത്? വിശ്വാസികൾ ചോദിക്കുന്നു. 2024 ഏപ്രിൽ 25 പെരിങ്ങാലം ക്യാമ്പ് സെൻറ്ററിൽ വെച്ച് നടന്ന തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ യോഗത്തിലാണ് 1,00,000 രൂപയുടെ ഗിഫ്റ്റ് അടങ്ങിയ ചെക്ക് മാർ ഫീലിക്സ് നോസ് മെത്രാച്ചൻ നൽകുന്നത്. ആശാന് അടുപ്പിലുമാകാമെന്ന സന്ദേശമാണ് ഫീലിക്സ് നോസ് മെത്രാച്ചൻ നൽകിയിരിക്കുന്നത്. എന്തും വിവേകബുദ്ധിയോടെ മാത്രം കൈകാര്യം ചെയ്യാറുള്ള ഫീലിക്സ് നോസ് മെത്രാച്ചന് എന്തുപറ്റി? വിശ്വാസജനം ചോദിക്കുന്നു. ഈ അരുൺ തോമസ് അച്ഛന് മുൻപ് ഭദ്രാസന സെക്രട്ടറിയും ബിഷപ്പ് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചത് ബഹുമാന്യനായ ഈപ്പൻ ചെറിയാൻ അച്ഛനാണ്. 40 വർഷം സർവീസുള്ള പട്ടക്കാരൻ. അദ്ദേഹം 3 കൊല്ലം ബിഷപ്പ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. റിട്ടയറായി പോയ സമയത്ത് അച്ഛൻ്റെ ശമ്പളത്തുക കണക്കാക്കിയപ്പോൾ 1,00,000 രൂപയാണ് വരുന്നത്. അതാണ് അന്ന് ഗിഫ്റ്റായി നൽകിയത്. ഇപ്പോൾ 3 വർഷം പ്രവർത്തിച്ച ഈ ബിഷപ്പ് സെക്രട്ടറി അരുൺ തോമസ് അച്ഛനും മുൻ ഭദ്രാസന സെക്രട്ടറിക്ക് നൽകിയ അതേ തുക തന്നെ നൽകണം എന്ന് ഭദ്രാസന കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്.
വിപ്ലവ ചിന്തകൾ വാനോളം പറയുന്ന വിപ്ലവകാരികളുള്ള ഭദ്രാസന കൗൺസിലിൽ എന്തുകൊണ്ട് അവർ മൗനമായിരുന്നു? വിശ്വാസികൾ ചോദിക്കുന്നു. ഭദ്രാസന കൗൺസിലിന് നിയമവിരുദ്ധമായി പാരിതോഷിക ഇനത്തിൽ 7 വർഷം സർവീസുള്ള പട്ടക്കാരന് 1 ലക്ഷം രൂപ 3 വർഷത്തെ ഗിഫ്റ്റായി നൽകാമെങ്കിൽ ഏത് ഇടവകയ്ക്കും തങ്ങളുടെ ഇഷ്ടം പോലെ സ്ഥലം മാറിപ്പോകുന്ന പട്ടക്കാർക്ക് പാരിതോഷികം നൽകാമെന്നുള്ള സന്ദേശമാണ് ഈ നിയമവിരുദ്ധ പാരിതോഷിക വിതരണത്തിലൂടെ ഫേലിക്സ് മെത്രാച്ചൻ ചെയ്തിരിക്കുന്നത്. ഒരു പന്തിയിൽ 2 തരം ഊണ് വിളമ്പുന്ന തരം താണതും നെറികെട്ടതുമായ ഈ പ്രവൃത്തി തികച്ചും അനുചിതവും നീതികെട്ടതുമായി എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ബിഷപ്പ് സെക്രട്ടറി ആയാൽ വഴിവിട്ടത് പലതും ലഭിക്കും, അതും മെത്രാൻ തന്നെ പരസ്യമായി നൽകും. പിന്നെന്താ അച്ഛന്മാർക്ക് ബിഷപ്പ് സെക്രട്ടറി ആകാൻ ആഗ്രഹം ഉണ്ടായാൽ? യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി ഇല്ലാത്ത ഒരു പോസ്റ്റാണ് ബിഷപ്പ് സെക്രട്ടറി എന്നത്. അച്ഛന്മാരുടെ ആധിക്യമുണ്ടാകുമ്പോൾ ചിലരെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു പോസ്റ്റ് മാത്രമാണ് ബിഷപ്പ് സെക്രട്ടറി. വികാരി എന്ന പദവിയാണ് ഭരണഘടനാപരമായിട്ടുള്ള സംഗതി. അപ്പോൾ ഭരണഘടനയിൽ പറയാത്ത ബിഷപ്പ് സെക്രട്ടറി എന്ന പദവി വഹിച്ച ഒരു അച്ഛന് നിയമവിരുദ്ധമായിട്ടാണ് 3 വർഷത്തെ സേവനത്തിന് 1 ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തം. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ സീനിയർ അച്ഛന്മാരെ പന്തുപോലെ തട്ടിക്കളിച്ചതിനും നിയമവിരുദ്ധമായി ഭദ്രാസന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തതും ഈ അരുൺ തോമസ് എന്ന പട്ടക്കാരന് 1 ലക്ഷം രൂപ പാരിതോഷികമായി യാത്രയയപ്പ് സമ്മേളനത്തിൽ ഭദ്രാസന കൗൺസിൽ തന്നെ നൽകാൻ കാരണമായി തീർന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അതൊന്നുമല്ല രസകരം. ഈ 1 ലക്ഷം രൂപയ്ക്ക് പുറമേ വരുന്ന മറ്റു ചിലവുകൾ, പാഴ്ചിലവുകൾ ഒക്കെ കൂടി കണക്ക് കൂട്ടുമ്പോൾ അത് വീണ്ടും ലക്ഷങ്ങളായി മാറുന്നു. സമർപ്പിതരായി വിവിധ ഇടവകളിൽ നിസ്വാർത്ഥ ശുശ്രൂഷ ചെയ്യുന്ന ഭൂരിഭാഗം പട്ടക്കാരോടും ചിറ്റമ്മ നയം കാണിച്ചിട്ട് ചിലർക്ക് മാത്രം വഴിവിട്ട പാരിതോഷികങ്ങൾ നൽകുന്ന നടപടി എന്ന് അവസാനിക്കും? വിശ്വാസികൾ ചോദിക്കുന്നു. അഭിമാനബോധമുണ്ടെങ്കിൽ അനർഹമായി ലഭിച്ചത് വേണ്ട എന്ന് പറയാനുള്ള ആർജവത്വം ശ്രീ അരുൺ തോമസ് എന്ന പട്ടക്കാരൻ കാണിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. 40 വർഷം സർവീസുള്ള സ്ഥലം മാറിപ്പോകുന്ന പട്ടക്കാരന് പോലും കൽപ്പന പ്രകാരമുള്ള പാരിതോഷികം മാത്രം ഇടവകൾ നൽകുമ്പോഴാണ് വെറും 7 വർഷത്തെ സർവീസുള്ള 3 വർഷക്കാരന് അരുൺ തോമസ് എന്ന പട്ടക്കാരന് 1 ലക്ഷം രൂപ നൽകുന്നത്. ഇങ്ങനെ നൽകുന്ന പണം ഒരു മെത്രാച്ചൻ്റെയും സ്വകാര്യ സ്വത്തല്ല. സഭയിലെ പാവപ്പെട്ടവൻ്റെയും തൊഴിലുറപ്പ് തൊഴിലാളിയുടെയും ആട്ടോറിക്ഷ തൊഴിലാളിയുടെയും റബ്ബർ വെട്ടുകാരൻ്റെയും കശുവണ്ടി തൊഴിലാളിയുടെയും കൃഷിപ്പണിക്കാരൻ്റെയും രക്തം വിയർപ്പാക്കിയ പണമാണ്. ഈ പണമാണ് ധൂർത്ത് കാണിക്കുവാൻ ഉപയോഗിക്കുന്നത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്. ഇതുപോലെയായി കാര്യങ്ങൾ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് മെത്രാച്ചന്മാർ മറന്നു പോകുന്നു. പട്ടക്കാരോടുള്ള വേർതിരിവ് അവസാനിപ്പിച്ച് എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകണം. മുൻകാലങ്ങളിൽ കണ്ണുനീരോടുകൂടി ഇടവകൾ നൽകിയ സ്നേഹസമ്മാനം തിരികെ കൊടുപ്പിച്ച ആർജവത്വം ഈ 7 വർഷ സർവീസ് മാത്രമുള്ള പട്ടക്കാരൻ്റെ കാര്യത്തിലും ഉണ്ടാകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ഇടയ ശുശ്രൂഷ നിസ്വാർത്ഥതയോടെ ചെയ്യുന്ന പട്ടക്കാരെ ഒന്നായി തുല്യമായി കാണുവാനും എല്ലാവർക്കും തുല്യ പരിഗണന, തുല്യനീതി നൽകുവാനും മെത്രാച്ചന്മാർ തയ്യാറാകണമെന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത്.